1757 ജനുവരി 14 തിരുസഭാ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ദിവസം. ആലുവാമൊഴിക്കടുത്ത് കാറ്റാടിമലയിൽ വെച്ച് ദേവസഹായം പിള്ള രക്തസാക്ഷിത്വ മകുടം ചൂടിയ പുണ്യദിനം. തെക്കൻ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് നട്ടാലം പ്രദേശത്തെ മരുതക്കുളങ്ങര തറവാട്ടിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി നീലകണ്ഠപിള്ള ജനിച്ചു. ആരാണ് നീലകണ്ഠപിള്ള? അല്ലെങ്കിൽ നീലകണ്ഠപിള്ള എങ്ങനെ ദേവസഹായം പിള്ളയായി? യെസ്, ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതം, മലയാളം, തമിഴ് ഭാഷകളിലും തർക്കം, വേദാന്തം, വ്യാകരണം, പുരാണ പാരായണം എന്നിവയിലും പ്രാവീണ്യം നേടിയ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കാര്യവിചാരകനായി വർത്തിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ സൈന്യാധിപനായി മാറുകയും ചെയ്ത ഡച്ച് ക്യാപ്റ്റൻ ഡിലനോയിയുമായുള്ള സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഡിലനോയിയുമായുള്ള ബന്ധം നീലകണ്ഠപിള്ളയെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വളർത്തി. ക്രിസ്തുവിനെക്കുറിച്ചറിഞ്ഞ് ക്രിസ്തുവിശ്വാസിയായി മാറിയ അദ്ദേഹം 1745 മെയ് 17 ഈശോ സഭാ വൈദികനായ JP ബുട്ടാരിയിൽ നിന്ന് ലാസർ എന്ന പേരിൽ മാമോദീസ സ്വീകരിച്ചു. ദേവസഹായം പിള്ളയായി. എന്നാൽ ഈ മതമാറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. വിവരണാതീതമായ സഹനങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നത്. 1757 ജനുവരി 14 കാറ്റാടിമലയിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. ഭാരതത്തിലെ പ്രഥമ അൽമായ രക്തസാക്ഷിയാണ് ദേവസഹായം പിള്ള. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടതകൾ സഹിക്കാൻ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജീവിതം നമുക്ക് കരുത്തു തരുന്നു. അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ രക്ഷാകരമാക്കാൻ നമുക്കും പരിശ്രമിക്കാം.